നമസ്കാരമുണ്ട്. കോൺഗ്രസ് ആവട്ടെ, ഇനിയിപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, ഈ രണ്ടുപേരും മത്സരിക്കുമ്പോഴേ ഇവർക്ക് പരസ്പരം തമ്മിൽ ഒരു ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയും. രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണ്. എന്നാൽ അതൊരു ലെവലേശം പോലും ഇല്ലാത്ത ആളുകളാണ് BJPയിൽ ഇത്തവണ ചില പുതിയ ആളുകളൊക്കെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനം ഒന്നുമില്ല. ഒരു മന്ത്രിയാണെങ്കിലും, വളരെയധികം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ടിരുന്ന മന്ത്രിയാണെങ്കിലും, ഇവന്മാര് മരുമോൻ എന്നൊക്കെ വിളിച്ചു കളയുക. എന്തായാലും അതിന്റെ ബാക്കിയാണ് ഈ ഒരു പെൺകുട്ടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ പെൺകുട്ടിയുടെ ചില വർത്തമാനങ്ങൾ കേൾക്കാം. പിണറായി വിജയൻ പ്രായാധിക്യമുണ്ട്, റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു തോന്നുന്നു. നരേന്ദ്രമോദി യൂത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നോക്കൂ, പിണറായി വിജയൻ എന്ന് ഈ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഇപ്പൊ NDAക്ക് വേണ്ടിയിട്ട് 2020 ഭാഗമായിട്ട് മത്സരിക്കുന്ന ഈ പെൺകുട്ടിയോട് പിണറായി വിജയൻ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്നൊക്കെ ലീവ് എടുത്ത് പോകേണ്ട ഒരാളാണ് പിണറായി വിജയൻ എന്നാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് റിട്ടയർമെന്റ് ഉണ്ടോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലം തന്നെയാണ്. പക്ഷേ പിണറായി വിജയനെ റിട്ടയർമെന്റ് എന്നും, എന്നാൽ അതേസമയം തന്നെ നരേന്ദ്രമോദിക്ക് അത്തരം റിട്ടയർമെന്റ് ഒന്നും വേണ്ട, യൂത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്നും പറയുമ്പോൾ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് സത്യം പറഞ്ഞു ദഹിക്കുന്നില്ല. ഇതിനൊക്കെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നേരം പോലെ പോയി കാണണം. ഇവർ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ ഇവരൊക്കെ ഒന്ന് നേരം പോലെ ആ ചുറ്റുപാടത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് മാറും. എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞ് എന്തായാലും വീട്ടിൽ കുത്തിരിക്കും. ആ വീട്ടിൽ കുത്തിരിക്കുന്ന സമയത്ത് ഈ പ്രിയപ്പെട്ട ഈ ഒരു യൂട്യൂബർ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് എന്നുള്ളതാണ്. നോക്കൂ, ഒന്നുകൂടി കേട്ടോക്കിയേ. പിണറായി വിജയൻ പ്രായാധിക്യമുണ്ട്, റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു തോന്നുന്നു. നരേന്ദ്രമോദി ഈ പ്രായാധിക്യമുള്ള ഒരു മനുഷ്യനാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടില് അതിശക്തമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടും കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും അതിശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ്. എന്തൊക്കെ മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവനകൾ BJPക്കാരിൽ നിന്ന് വരികയാണെങ്കിലും അതിനൊക്കെ ശക്തമായ ഭാഷയിൽ എതിർക്കുന്ന ഒരേ ഒരു നേതാവ് ഈ പ്രായാധിക്യം എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന, കളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ചെറിയ തീരെ പ്രായമില്ലാത്ത, റിട്ടയർമെന്റ് അടുത്ത കാലത്തൊന്നും ഒരു വരാൻ സാധ്യതയില്ലാത്ത ആ ഒരു പെൺകുട്ടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. യൂത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്ത വ്യക്തിയാണ്. ഇതിനെ താഴ്ത്തി ചില കമന്റുകളൊക്കെ ആതിരേ നായർ വിവരമില്ലായ്മ. മോഡിജിക്ക് പ്രായം 18 വയസ്സുള്ളൂ. 64 വയസ്സുള്ള വാസവ റിട്ടയർ ചെയ്യണം. 71 വയസ്സുള്ള കുമ്മനശേഖരന് അവസരം കൊടുക്കണം. ഇനി കേട്ടോളൂ കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ ടെക്നോക്രാറ്റ്, VN വാസവൻ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. കുമ്മനം രാജശേഖരൻ കുറെ വിഷനുള്ള ആളാണ്. അവസരം കൊടുത്താൽ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കും. ശോഭാ സുരേന്ദ്രൻ കരുത്താണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി വെച്ച് കഴിഞ്ഞാൽ വാസവൻ സാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് റിട്ടയർ ചെയ്യണം. ഈ ഒരു ആയ്മയ്ക്ക് CPMലുള്ള എല്ലാവരും റിട്ടയർ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ പിണറായി വിജയൻ റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ കുത്തിരിക്കണം. പിന്നെ വാസവൻ സാർ റിട്ടയർ ചെയ്ത് വീട്ടിൽ കുത്തിരിക്കണം. CPMൽ ഒരാൾ പോലും ഇവർക്ക് രാഷ്ട്രീയത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ അതിന് അർഹതയുള്ള ഒരാളായിട്ട് ഇവർക്ക് തോന്നുന്നില്ല. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തെ പല ഇതിലൊക്കെ അപമാനിക്കുന്നുണ്ടെങ്കിലും ഒരു പാവം ചെങ്ങായി. ആ കുമ്മനം രാജശേഖരനെ നമുക്ക് നോക്കുകയാണെങ്കിൽ കുമ്മനം രാജശേഖരന് 73 വയസ്സുണ്ട്. നമ്മുടെ വാസവൻ സാറിന് 64 വയസ്സുള്ളൂ. എന്നിട്ടും ഈ കുട്ടിയുടെ അഭിപ്രായ പ്രകാരം 64 വയസ്സുള്ള വാസവൻ, CPMലെ വാസവൻ സാറ് റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ കുത്തിരിക്കണമെന്നും, എന്നാൽ അതേസമയം തന്നെ 73 വയസ്സുള്ള കുമ്മനം രാജശേഖരന് ഇനിയും നല്ല അവസരങ്ങൾ നൽകണമെന്നാണ് ഇവരെ മനസ്സിലുള്ള വർത്തമാനങ്ങൾ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ പെൺകുട്ടി ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നല്ല. ഇതിനു മുമ്പ് തന്നെ ഇവർ ഇത്തരത്തിലുള്ള CPMനെയും അല്ലെങ്കിൽ CPMൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇവർ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്ന് കേൾപ്പിച്ചു തരാം. ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ അവിടെ ഒരാളെയും അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ വളരെ പ്രൗഡായിട്ടാണ് പറഞ്ഞത്, അദ്ദേഹം വാസവൻ സാർ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം ആദ്യം ചെയ്തിരുന്ന ജോലിയാണ്. അതായത് ഇപ്പൊ അദ്ദേഹം ആ നിലയിൽ നിന്ന് മന്ത്രിയായി എത്തി. അവിടെ ഇവര് ഇത് വളച്ചൊടിച്ചത് ചെയ്തിരുന്ന ജോലി അതല്ല, പുള്ളിയുടെ ജോലി അതല്ലായിരുന്നു. പക്ഷെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാണില്ലേ, ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അത് അങ്ങനെയൊക്കെ തന്നെയാണ്. വാസവ് എന്ന് പറയുന്ന ആ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ്. ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് ഇവരെ നേരെ എതിരാളിയായിട്ട്. ഇവരെ വാസവൻ സാറിന് എതിരാളിയല്ല, വിട്ടേക്കുക. എന്തായാലും ഈ പെൺകുട്ടി അപ്പൊ പറഞ്ഞത്
വാസൻ സാറ് കള്ള് ഷാപ്പിൽ കറി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. ആ കറി ഉണ്ടാക്കുന്ന ജോലിക്ക് കഴിഞ്ഞിട്ട് പിന്നീടാണ് രാഷ്ട്രീയ നേതാവായത്. എന്ത് ജോലിയായാലും കറി ഉണ്ടാക്കുന്ന ജോലിയായിരിക്കും, ചിലപ്പോൾ ഇറച്ചിവെട്ടായിരിക്കും, അങ്ങനെ എന്ത് ജോലിയും ആയിരിക്കും ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവരുടെ ഈ BJPക്കാരുടെ അഭിപ്രായത്തില് പൂജാരി ഇല്ലേ, പൂജ നടത്തുന്നത്, അതും ഒരു തൊഴിലാണല്ലോ. അതാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച തൊഴിൽ. ഏറ്റവും മികച്ച തൊഴിൽ, ഏറ്റവും അഭിമാനമുള്ള തൊഴിൽ, ഏറ്റവും പ്രിവിലേജ് കിട്ടേണ്ട തൊഴിൽ പൂജാരിക്ക് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ടീംസാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ കള്ള് ഷാപ്പിൽ കറി ഉണ്ടാക്കിയിട്ട് നല്ല കറി ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ മോശക്കാര്, കൂലിപ്പണിക്കാര് ഒക്കെ മോശക്കാര്, തൊഴിലാളികള് വളരെ മോശക്കാര്. ഇവർക്ക് അങ്ങനെയാണ്. ഈ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളാണ് BJPയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും. കാരണം ഇവർക്ക് തൊഴിലാളികൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഈ അമ്പലത്തിൽ ആരൊക്കെ പണി ചെയ്യുന്നു, അമ്പലത്തിൽ ആരൊക്കെ ജോലി ചെയ്യുന്നു, അതിൽ പൂജാരി, കഴകം, മാല കെട്ടുന്ന ആൾക്കാര്, വാരസ്യാര്, ഇത്തരം ആളുകളെ കാര്യങ്ങൾ, അവിടെ അടിച്ചൊളിക്കാൻ വരുന്ന ആൾക്കാര്, അമ്പലം കഴുകുന്ന ആൾക്കാര് എന്നതിനെ കവിഞ്ഞ് ഇവർക്ക് വേറൊരു ആൾക്കാരും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പാവം ഈ ഒരു സ്ത്രീക്കൊക്കെ വാസവൻ സാറിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ വെറും ഒരു കറുക്കാരനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കറുക്കാരനാണ് എന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ, അതായത് കളിപ്പിക്കുന്ന രീതിയിലാണെന്ന് പറയുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അതായിരുന്നു കേട്ടോ, നിങ്ങൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇവർക്ക് പറയാൻ തോന്നുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഇവരൊക്കെ തോറ്റു കഴിഞ്ഞാലെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ബോധ്യമാണെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ അഖിൽമാരാരും പറയുന്നുണ്ട് കേട്ടോക്കെ. ഹിന്ദു ദേശീയ ബോധം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, തനിക്ക് കിട്ടുന്ന വോട്ടിന്റെ 90% ഹിന്ദുക്കളുടേതാണെന്ന് സ്വയം അറിയാവുന്ന ഒരു നേതാവ്, ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയായി മാറുന്നത്? ഇതാണ് നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്ന പൊട്ടൻ. ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ച് വർഗീയതല്ല. ഇയാൾ പറയുന്നത് BJPക്കാർ മുഴുവൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഹിന്ദു ഭൂരിപക്ഷം ജനതയെയാണ് അവരെ ഏറ്റവും കൂടുതൽ താലോലിച്ചു കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹിന്ദുത്വയിൽ നിന്ന് വന്ന ഇത്തരം ആളുകള് തനിക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വർഗീയതായിട്ട് മാറുന്നെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കാരെല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് അഖിൽമാരാർ ഇപ്പോഴും പറയുന്നു. BJPയിൽ മത്സരിക്കുന്ന ഒരാളാണ് അഖിൽമാരാർ. ഇപ്പൊ അഖിൽമാര് പറയാണ് BJPക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു. എന്ത് ചെയ്യും? തിരുത്തവേ മുടിയാതെ തമ്പി.